കോൺഗ്രസ് പാർട്ടിയിലേക്ക് ഉപാധിയില്ലാതെ പ്രവർത്തിക്കാൻ തയ്യാറെടുക്കുന്ന പി.വി. അൻവർ അതിന് മുന്നോടിയായി യു.ഡി.എഫ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. ഇനിയുള്ള പോരാട്ടത്തിൽ പാണക്കാട് തങ്ങളുടെ ധാർമ്മിക പിന്തുണ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് അൻവർ പറഞ്ഞു. പാണക്കാട് സാദിഖലി തങ്ങളുമായി അൻവർ കൂടിക്കാഴ്ച നടത്തി. യു.ഡി.എഫിനെ ശക്തിപ്പെടുത്താനുള്ള എല്ലാ ഘടകങ്ങളും ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് പാണക്കാട് സാദിഖലി തങ്ങൾ പറഞ്ഞു. അൻവർ എന്നുള്ള വിഷയം മാത്രമല്ലല്ലോ, യു.ഡി.എഫിനെ ശക്തിപ്പെടുത്തുന്നതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതെല്ലാം യു.ഡി.എഫ് ചർച്ച ചെയ്ത് തീരുമാനിക്കും. പാണക്കാട്ടെ സന്ദർശനത്തിന് ശേഷം അൻവർ പി.കെ. കുഞ്ഞാലിക്കുട്ടിയുമായും കൂടിക്കാഴ്ച നടത്തി. യു.ഡി.എഫ് മൊത്തത്തിലെടുക്കേണ്ട ഒരു സമീപനമാണ്. ഇന്നലെയും ഞാൻ പറഞ്ഞിരുന്നു, അത് കൂട്ടായി ചർച്ച ചെയ്ത് ഞങ്ങൾ തീരുമാനിക്കും. അതേസമയം പി.വി. അൻവറിന്റെ യു.ഡി.എഫ് പ്രവേശനത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. ഉചിതമായ സമയത്ത് യു.ഡി.എഫ് ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും വി.ഡി. സതീശൻ. യു.ഡി.എഫ് തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ മുൻകൂട്ടി പറയുന്നത് ശരിയല്ല. യു.ഡി.എഫ് ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അത് ഉചിതമായ സമയത്ത് എന്ത് വേണമെന്ന് യു.ഡി.എഫ് നേതൃത്വം കൂടിയാലോചിച്ച് തീരുമാനിക്കും. എന്നാൽ പി.വി. അൻവർ സ്വതന്ത്ര എം.എൽ.എ. ആണെന്നും കോൺഗ്രസിലേക്കുള്ള പ്രവേശനം മുന്നണിയിൽ ചർച്ച ചെയ്യണമെന്നും കെ. മുരളീധരനും ആവശ്യപ്പെട്ടു. യു.ഡി.എഫുമായി സഹകരിക്കാൻ വരുന്ന ആരെയും നിരുത്സാഹപ്പെടുത്താൻ പാടില്ല എന്നുള്ള നയമാണ് പൊതുവെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ പാർട്ടിയിലും മുന്നണിയിലും ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.